മറിയുന്ന കണ്ണൂരിലെ രാഷ്ട്രീയ വിവാദങ്ങളിലും പി കെ ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിലും ന്യൂസ് മലയാളത്തിലൂടെ ആദ്യമായി പ്രതികരിച്ച് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ണൂരിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. എന്നാൽ തന്റെ ഭാര്യ എന്നതല്ല ശ്യാമളയുടെ യോഗ്യതയെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചു. KK ശൈലജയെ ഒതുക്കിയതല്ലെന്നും തുടർഭരണം വന്നാൽ പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് കോട്ടകളെ വിറപ്പിക്കുന്ന വിമത ശബ്ദങ്ങളിലും വിവാദങ്ങളിലും നിലപാട് വ്യക്തമാക്കുകയാണ് ഒരു മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. TK ഗോവിന്ദന്റെ ആരോപണങ്ങളെ തള്ളിയ പാർട്ടി സംസ്ഥാന സെക്രട്ടറി പക്ഷേ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ എതിർപ്പുണ്ടായിരുന്നു എന്ന് തുറന്നു പറഞ്ഞു. TK ഗോവിന്ദൻ മാഷ് അധ്യക്ഷനായ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ചർച്ച നടക്കുന്നത്. ലാസ്റ്റ് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ പോലെ ചില ആളൊന്നുമല്ല, വലിയ വിഭാഗം ആളുകൾ അതിന് അനുകൂലമായിട്ടും ചിലർ എതിരായിട്ടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഏകണ്ഠമായി അംഗീകരിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു ചർച്ച നിയന്ത്രിക്കണോ? ഞാൻ പറഞ്ഞു നിയന്ത്രിക്കണ്ട, പറയാനുള്ളതെല്ലാം പറഞ്ഞോട്ടെ. അതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാൻ പറയേണ്ട കാര്യം എന്താ ഉള്ളത്? KK ശൈലജ, P ജയരാജൻ എന്നിവരെ ഒതുക്കിയതാണെന്ന ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ: 2 ടേം പൂർത്തിയാക്കിയിട്ടുള്ള ആരായാലും ഏത് മണ്ഡലമായാലും ഉറപ്പായിട്ടും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാം. നമ്മൾ നേരത്തെ തീരുമാനിച്ചത് അവിടെ പുതിയ ആളുകളെ കൊണ്ടുവരിക. കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടി നേതൃത്വം എന്ന നിലയിൽ ശൈലയെ KPCC പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിർത്തി അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ ജയിപ്പിക്കുക. ആ ജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ഒരു വനിതാ മുഖ്യമന്ത്രിയെ നിർത്താമെന്ന സാധ്യത CPIM വേണ്ടെന്ന് വയ്ക്കുകയാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ജയിച്ചാൽ പിണറായി തന്നെ മുഖ്യമന്ത്രി എന്ന പ്രഖ്യാപനമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നിലേക്ക് സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രിയായിട്ട് ഒരാളെ ഉയർത്തിക്കാട്ടാനുള്ള ഒരു ചരിത്രപരമായ അവസരം വന്നപ്പോൾ അത് വിനിയോഗിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ഒതുക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കും? തെറ്റാണ്. അതൊന്നും ശരിയായ നിലപാടല്ല. ആ അവസരം ഉപയോഗിക്കാത്ത അല്ല, അങ്ങനൊരു അവസരമില്ല. നിങ്ങൾ മാനസികമായി കണക്ക് കൂട്ടുന്നതാണ്. അല്ല, അതുകൊണ്ടല്ല നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരു സാങ്കല്പിക ചോദ്യം ഉണ്ടാക്കുകയാണ്. ആ സാങ്കല്പിക ചോദ്യത്തിന് നിങ്ങൾ തന്നെ സാങ്കല്പികമായ ഉത്തരം പറയുകയാണ്, അല്ലാതെ വസ്തുനിഷ്ഠമായിട്ടുള്ളതല്ല അത്. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം PBയിൽ നിന്ന് ഒരാളെ മത്സരിക്കേണ്ടതുള്ളൂ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ തീരുമാനിച്ചു പിണറായിയാണ് മത്സരിക്കുക. അങ്ങനെ പിണറായി മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി മത്സരിച്ചാൽ എന്താ ഉണ്ടാകുക? സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാലോ എന്താ ഉണ്ടാകുക. അപ്പോൾ വേറെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റായ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഒന്നും ശരിയായ രീതിയിലുള്ളതല്ല. പിണറായി തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഇന്നത്തെ പരിസ്ഥിതിയിൽ പറയാൻ ആരെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യാൻ പറ്റുക? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തർക്കമില്ല. സുധാകരനെ പരിഹസിച്ച് ചിരിച്ചതല്ല എന്ന് പറഞ്ഞ MV ഗോവിന്ദൻ ശൈലി മാറ്റത്തിന് തയ്യാറല്ല എന്നും വ്യക്തമാക്കി. ഞാൻ ഏത് സ്റ്റൈലാണ് മാറ്റേണ്ടത്? എന്നോട് ചിലർ പറഞ്ഞു നിങ്ങൾ ചിരിക്കുന്നില്ല, തീരെ ചിരി കുറവാണ്. ഞാൻ ആ ചിരിച്ചതിനെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞത്. ചിരിച്ചതിനെ പറ്റിയാണ് പറയുന്നത്. ചിരിക്കേണ്ടടുത്ത് ചിരിക്കുന്നില്ല എന്നല്ല, ചിരിയേ ഇല്ലാന്നായിരുന്നു ആദ്യത്തെ പ്രശ്നം. അപ്പോൾ പിന്നെ ഞാൻ കുറേ സ്ഥലം ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ ചിരിയെ പ്രശ്നമായി. അതാണ് ആണിയെന്നാണ് ഇപ്പം നിങ്ങൾ പറഞ്ഞത്. സംസ്ഥാനത്ത് UDF അധികാരത്തിലെത്താനുള്ള സാധ്യതകളെയും MV ഗോവിന്ദൻ പൂർണ്ണമായി തള്ളി. UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണമല്ലോ ആര് മുഖ്യമന്ത്രിയാണെന്ന് ഭാഷയായിരിക്കുന്നത്? അല്ല, ഇവർ മൂന്നാളും കൂടി മുഖ്യമന്ത്രിയാവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഒരിക്കലും അവർ ജയിക്കൂല. കോൺഗ്രസ് സഹായിച്ചില്ല എങ്കിൽ കേരളത്തിൽ ഒരിടത്തും BJP ജയിക്കില്ല എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.